السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ശൈഖുന ഉസ്താദ് അവറുകൾ, മറ്റു വിധികർത്താക്കൾ, സ്നേഹനിധികളായ കൂട്ടുകാർ, അസ്സലാമു അലൈക്കും. സുദീർഘമായ ഒരു ആമുഖങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ പ്രകൃതി ദുരന്തങ്ങൾ മനുഷ്യത്വം ചേർത്തുവെക്കുന്ന സ്നേഹകരങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഉണർത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകളെക്കുറിച്ച് നമുക്കറിയാം. നമുക്ക് പശ്ചിമഘട്ട മലനിരകളുണ്ട്, നമുക്ക് 44 നദികളുണ്ട്, അതുപോലെ നമുക്ക് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന തീരദേശ പ്രദേശങ്ങളുണ്ട്. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ ഭൂമിശാസ്ത്രപരമായ സാധ്യതകൾ കൊണ്ട് തന്നെ കേരളത്തിലെ ദുരന്തങ്ങളുടെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഹസാർഡ് മാപ്പിൽ സോൺ 3-യിലാണ് കേരളമുള്ളത്. സോൺ 3 എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്ത സാധ്യതാ മേഖലയാണ്. ഈ അർത്ഥത്തിൽ കേരളത്തിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് സാധാരണ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഹസാർഡ് മാപ്പിൽ സോൺ 3-യിലാണ് കേരളമുള്ളത്. സോൺ 3 എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ദുരന്ത സാധ്യതാ മേഖലയാണ്. യഥാർത്ഥത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന സർക്കാരിന് പകരം 2018 നമുക്കറിയാം, നമ്മെ ചേർത്ത് പിടിച്ചത് തീരപ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ്. ഇങ്ങനെ വളരെ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ദുരന്ത നിവാരണ സംഘങ്ങളാണ് നമുക്കുള്ളത്. പക്ഷേ ഇവിടെയൊക്കെയും സർക്കാരിൽ നിന്നുള്ള വീഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ സിസ്റ്റമാറ്റിക്കായി പരിശീലനം നേടിയ ഏത് തരത്തിലുള്ള ദുരന്ത നിവാരണ സംഘങ്ങളാണ് നമുക്കുള്ളത് എന്ന് ആലോചിച്ച് നോക്കണം. 2018 ശേഷം നമുക്ക് നിരന്തരം പ്രളയങ്ങളുണ്ട്. ഓഗസ്റ്റിലും ജൂണിലും ജൂലൈയിലും നമ്മൾ നിരന്തരം പ്രളയങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതിനെ എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്? അല്ലെങ്കിൽ ഒരു ഭരണകൂടം ഇതിനെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്? അതുമല്ല എങ്കിൽ ഒരു നിവാരണ സംഘം ഇതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന ചോദ്യത്തിലുള്ള മറുപടി വളരെ വേദനാജനകമായ രീതിയിൽ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും. അതിനെ വളരെ ക്രിയാത്മകമായി വിധേയപ്പെടുക എന്നുള്ളതാണ് മനോഹരമായ മറുപടി. ആരാണ് ഇതിൻ്റെ ഇരകളാകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ ദുരന്തങ്ങളിൽ ആരാണ് ഇരകളാകുന്നത്? അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. ഇവിടുത്തെ പാടികളിലും ലയങ്ങളിലും താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് മണ്ണിടിച്ചിലുകളിൽ, ഉരുൾപൊട്ടലുകളിൽ ഇല്ലാതായിത്തീരുന്നത്. ചൂരൽമലയിൽ നമ്മളത് കണ്ടതാണ്. ഒരു ലയങ്ങൾ മുഴുവൻ മണ്ണിനടിയിലാവുകയും 1000 ജനങ്ങൾ മണ്ണിനടിയിൽ അകപ്പെട്ടു പോവുകയും ചെയ്ത ദുരന്തം. ഇങ്ങനെ ഈ ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകുന്നത് വളരെ സാധാരണക്കാരാവുകയും ദരിദ്രരാവുകയും ചെയ്യുന്ന വേദനാജനകമായ അവസ്ഥയെ നമ്മുടെ സർക്കാർ പരിഗണിക്കാതിരിക്കുന്നത് നമുക്ക് വേദനയോടെ കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ രീതിയിലാണ് നമ്മുടെ സർക്കാർ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടേണ്ടതുണ്ട് എന്ന കാര്യം നിങ്ങളിലേക്ക് ഉണർത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിട. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.